ശ്രീ സന്ദീപ് വാര്യർ, ഇത് അതിരുവിട്ട മോദിയോടുള്ള പ്രശ്നം അത് മാത്രമാണ് ഈ ഒരു പോസ്റ്റിൽ നീളിച്ചു നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് ആരാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാതെയാണ് KPCC. നമുക്കറിയാം കോൺഗ്രസ് പാർട്ടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിശ്വാസികളുടെ ഒരു വൻ പട തന്നെയുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ അന്ധമായി ഇത്തരം ആക്ഷേപങ്ങൾ ഇവരിങ്ങനെ പടച്ചുവിടുന്നത്? ഒന്ന്, കേരളത്തിലെ കോൺഗ്രസ് വലിയ ആശങ്കയിലാണ്. പരമ്പരാഗതമായി കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന ഇത്തവണ BJPക്ക് അനുകൂലമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതിന്റെ വലിയ ഒരു പ്രയാസം, മാനസിക പ്രയാസം, ഒരു പ്രതിസന്ധി കോൺഗ്രസ് അനുഭവിക്കുന്നുണ്ട്. കാലാകാലങ്ങളായി തങ്ങളുടെ വോട്ട് ബാങ്കാണെന്ന് കരുതി ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന രീതിയിൽ ക്രൈസ്തവ സമൂഹത്തെ ആക്ഷേപിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തിരുന്ന കോൺഗ്രസ് ഇത്തവണ ക്രൈസ്തവ വിഭാഗം BJPക്ക് അനുകൂലമായി ചിന്തിച്ചതിലുള്ള വലിയ ആശങ്ക കോൺഗ്രസിനുണ്ട്. അത് ഇത്തരം ചില ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ അല്ലെങ്കിൽ ട്വിറ്റർ ഹാൻഡിലുകളിലെ എക്സ് പോസ്റ്റുകളിലൂടെയൊക്കെ പുറത്തു വരുന്നത്. ഇവിടെ നോക്കൂ, കേവലം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ മാത്രമല്ല ആക്ഷേപിച്ചിട്ടുള്ളത്. ലോക ക്രൈസ്തവർ കത്തോലിക്കർ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി കരുതുന്ന മാർപ്പാപ്പയെ പോലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ക്രൈസ്തവ ദൈവവിശ്വാസത്തെ തന്നെ ഇകഴ്ത്തുന്ന രീതിയിലാണ് ഈ KPCCയുടെ ഔദ്യോഗിക ഹാൻഡിൽ നിന്ന് ഇത്തരത്തിലൊരു പോസ്റ്റ് വന്നിട്ടുള്ളത്. ഇത് വളരെയധികം പ്രതിഷേധാർഹമാണ്. ക്രൈസ്തവ വിശ്വാസത്തെ ആക്ഷേപിക്കുകയും ക്രൈസ്തവ വിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അധ്യക്ഷനെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന രീതിയിൽ, ഹത്യ ചെയ്യുന്ന രീതിയിൽ, വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള അവരുടെ പരിപാടികൾ തീർച്ചയായും അപലപനീയമാണ്. തീർച്ചയായിട്ടും ഇതിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ നിന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ള തർക്കമൊന്നുമില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം തൃശ്ശൂരിൽ സുരേഷ് ഗോപി നേടിയിട്ടുള്ള വിജയവും ഒപ്പം കേരളത്തിലെ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിലെ ക്രൈസ്തവ വോട്ടുകളിൽ വലിയൊരു വിഭാഗം BJPക്ക് അനുകൂലമായി ചിന്തിച്ചതും ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് തീർച്ചയായിട്ടും BJPക്കും NDAക്കും അനുകൂലമായി ഒരു വലിയ തരംഗമായി ഇത് രൂപപ്പെടുമെന്നുള്ള ആശങ്ക കോൺഗ്രസിനുണ്ട്. ഇത്തരം ആശങ്ക കോൺഗ്രസിന് ഉണ്ടാകാനുള്ള കാരണം അവരുടെ തന്നെ ചെയ്തികളാണ്. നോക്കിപ്പോ പാലാ ബിഷപ്പ് ഹൗസിന് മുന്നിലേക്ക് മതഭീകരവാദികൾ ബിഷപ്പിനെതിരായിട്ടുള്ള കൊലവിളിയുമായി എത്തിയപ്പോ ED സതീശനടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? പാലാ ബിഷപ്പിനെതിരെ കേസെടുക്കണമെന്ന് പോപ്പുലർ ഫ്രണ്ടിനേക്കാൾ ശക്തമായി ആവശ്യപ്പെട്ടത് ഈ VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവായിരുന്നില്ലേ? കോൺഗ്രസിന്റെ ഒരൊറ്റ നേതാവ് പോലും പാലാ ബിഷപ്പിന് അനുകൂലമായി നിൽക്കാൻ തയ്യാറായില്ലല്ലോ. ഇവിടെ അരിയും മലരും വാങ്ങിച്ചോ കുന്തിരിക്കം വാങ്ങിച്ചോ എന്ന് മുദ്രാവാക്യം വിളിച്ച് SDP വോട്ട് വേണ്ട എന്ന് പറയാൻ, നിലപാടെടുക്കാൻ 3 ദിവസം വേണ്ടി വന്നില്ലേ കോൺഗ്രസിന്? എന്നിട്ട് തന്നെ കോൺഗ്രസിന്റെ മുരളീധരൻ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ തങ്ങൾക്ക് SDP വോട്ട് വേണം എന്ന നിലപാട് സ്വീകരിച്ചില്ലേ? അപ്പം SDP പോലെ പോപ്പുലർ ഫ്രണ്ടിനെ പോലെയുള്ള മതഭീകരവാദ ശക്തികൾ ക്രൈസ്തവർക്ക് അതുപോലെ തന്നെ ഹിന്ദുക്കൾക്കൊക്കെ അവരുടെ നേരെയൊക്കെ കൊലവിളി ഉയർത്തുന്ന ഇത്തരം സംഘങ്ങൾക്ക്, ആ സംഘങ്ങളുമായി ബന്ധമുള്ള കോൺഗ്രസിന് തീർച്ചയായിട്ടും ആ കോൺഗ്രസിനോട് വലിയ വിരോധം ഇപ്പോൾ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലുണ്ട്. അത് തന്നെയാണ് കോൺഗ്രസിന്റെ ആശങ്ക. അതാണ് ഈ മാർപ്പാപ്പയെ പോലെയുള്ള ഒരു മഹനീയ വ്യക്തിത്വത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് തരം താഴാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഈ ശ്രീ സന്ദീപ് വാര്യർ, ഈ ആശങ്കയിൽ ഇങ്ങനെ വിവരക്കേട് കാണിക്കാമോ എന്ന് കൂടി നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രധാനമന്ത്രിക്കെതിരെയുള്ള ഒരു ആക്ഷേപ പരാമർശം, അതേസമയം മാർപ്പാപ്പയെയും ആക്ഷേപിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു പരാമർശത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിപ്പോൾ KPCCയുടെ ഔദ്യോഗിക പേജിലാണെങ്കിലും അങ്ങ് AICC മുതൽ KC വേണുഗോപാൽ മുതൽ ഇതിന് ഉത്തരവാദികളാണ്, ഉത്തരവാദിത്വം കാണിക്കേണ്ടതല്ലേ അവർ കുറച്ചുകൂടി? ഇത് വിവരക്കേടല്ലല്ലോ, ഇത് ക്രൈസ്തവ വിഭാഗത്തെ ആക്ഷേപിക്കാൻ മനഃപൂർവ്വം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ഇതെങ്ങനെയാണ് വിവരക്കേടാവുന്നത്? നിങ്ങൾ കരുതുന്നുണ്ട് വിവരക്കേടാണെന്ന് പറഞ്ഞ് കോൺഗ്രസിന് ഒരു എക്സ്ക്യൂസ് കൊടുക്കേണ്ട ഒരു കാര്യവും ഇതിലില്ല. ഇത് ഇത്തരത്തിൽ മാർപ്പാപ്പയെ അധിക്ഷേപിക്കുന്ന രീതിയിൽ, ക്രൈസ്തവ വിശ്വാസത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശം അത് നടത്തരുത് എന്ന് കൃത്യമായ ബോധ്യമുള്ളവർ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. ഇവിടെ BJPക്ക് ക്രൈസ്തവ വോട്ടുകൾ പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തെ ഇകഴ്ത്തുക എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുകയാണ്. ക്രൈസ്തവർക്കെതിരായിട്ടുള്ള വലിയ തോതിലുള്ള അധിക്ഷേപ പരാമർശം നടത്തുക എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഇത് അവരുടെ വിരോധം തീർക്കലാണ്. ക്രൈസ്തവരോടുള്ള വിരോധം തീർക്കലാണ്, സഭാ അധ്യക്ഷന്മാരുള്ള വിരോധം തീർക്കലാണ്. ആ വിരോധം തീർക്കലാണ് ഇത് കണ്ടത്. ഇതിൽ ഒരു വിവരക്കേടുമില്ല. മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ളതാണ്. വിവരക്കേടാണെങ്കിൽ അത് അറിയാതെ നടത്തിയതാണ്. ഇത് അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള അധിക്ഷേപമാണ്. ഇതിന് കോൺഗ്രസ് മാപ്പ് പറയേണ്ടി വരും, വലിയ വില കൊടുക്കേണ്ടി വരും.